ഉണ്ടായിരുന്നു ഒരു ജനറേഷൻ. ഓർക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 5 സാധാരണ മുക്കുവനായ പാസ്റ്ററാണെന്ന് പത്രോസ്. വീട്ടിൽ വെച്ച് അനനിയാസും സഫീറയും പറഞ്ഞു, എല്ലാം കൂടെ കൊണ്ടുവന്ന് കാൽക്കലൊന്നും വെക്കണ്ട, പുള്ളി ഇത്രയും പൈസ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരിക്കും, മുക്കുവനാ. സാധാരണ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചോദിച്ചു, എങ്ങനെ ഇത് രണ്ടുപേരുടെ ഒത്തത്? പിശാചി നിങ്ങളുടെ ഹൃദയം എങ്ങനെ കൈവശമാക്കി? ഇത് പാസ്റ്ററോടല്ല ഇത് ചെയ്തത്, ഇത് ദൈവത്തോടാ ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവിടെ വീണ് മരിച്ചുപോയത്. ഇത് കൃപായുഗമാ, ഒന്നും പറ്റത്തില്ലെന്ന് പറയുന്നവരെ കേൾക്കണമേ. വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിന്റെ നേരെ കപടമായിട്ട് നിന്നപ്പോ പൊടുന്നനെ താഴെ വീണ് തീർന്നെന്ന് ഫ്യൂണറൽ സർവീസ് ആഫ്റ്റർ പെന്റിക്കോസ്റ്റ്. ആ തലമുറയിൽ നിന്നും നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. എന്തോ കിട്ടിയതറിയോ? കഥകൾ. ആ അധികാരമുള്ള അപ്പച്ചന്റെ ബൈബിളിന് പിടിയാ. എനിക്ക് ബൈബിൾ വേണം, എനിക്ക് ബൈബിൾ വേണം. എൻ്റെ അപ്പച്ചന്റെ ബൈബിളാ ഇത്, എൻ്റെ അപ്പച്ചന്റെ പേനായാ ഇത്. ബൈബിള് കിട്ടി, പേന കിട്ടി, ആത്മീയ അധികാരം പോയി. ആത്മീയ അധികാരമില്ല. വല്യപ്പച്ചന് ആത്മീയ അധികാരം ഉണ്ടായിരുന്നു, പപ്പായ്ക്ക് ആത്മീയ അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ പപ്പായും വല്യപ്പച്ചനും എന്തോ ചെയ്തു എന്ന് കണ്ട് എനിക്ക് അടിവരത്തില്ല എന്ന് ചിന്തിച്ച യഹൂദ, ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്ന മാസ്റ്ററുണ്ട്, ഞങ്ങൾക്കൊരു നല്ല ലീഡറുണ്ട്, ഞങ്ങൾക്ക് അടിവരത്തില്ല എന്ന് ചിന്തിച്ചവരോട് പറയുക, കേൾക്കണേ, ആ തീ വരുമ്പോ ബിൽഡിംഗ് നോക്കി തീ അങ്ങ് പോകത്തില്ല. ആ തീ വരുമ്പോ ആരുടെ കൊച്ചുമോന എന്ന് നോക്കി തീ അങ്ങ് പോകത്തില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ താങ്കളുടെ ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? അപ്പച്ചന്റെ ബൈബിൾ വീട്ടിലുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. ഈ ബൈബിൾ അനുസരിച്ചാണോ താങ്കൾ നടക്കുന്നത് എന്നുള്ളതാ ചോദ്യം. എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ലായിരുന്നു എന്നുള്ളതല്ല സാക്ഷ്യം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമോ ആള് എന്നുള്ളതാ ചോദ്യം. ഓ, യഹൂദ വഞ്ചിക്കപ്പെട്ടു. യഹൂദ ചിന്തിച്ചു, ഞങ്ങൾക്ക് അസറിയ ഉണ്ട്, ഞങ്ങൾക്ക് ദിസ് ഇസ് സിറ്റി ഓഫ് ഡേവിഡ്, ദിസ് ഇസ് ജെറുസലേം, ടോറ ഉണ്ട്. അവരോട് പറയുക, അടി വരുന്നു, എന്തുണ്ടെങ്കിലും എത്ര പൈസ കൊടുത്താലും എത്ര വലിയ ബിൽഡിംഗ് പണിഞ്ഞാലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജീവിതമെങ്കിൽ God will punish you, the fire will come in your family. ഇതിനെ തടയാൻ നമുക്ക് കഴിയത്തില്ല. ഇതിനെ തടയാൻ ഒരു ബോധങ്ങൾക്ക് കഴിയത്തില്ല. ഈ തീയെ തടയുവാൻ പൈസയ്ക്ക് കഴിയത്തില്ല. ഈ തീയെ തടയാൻ ഇൻഫ്ലുവൻസിന് കഴിയത്തില്ല. എത്രയൊക്കെ എഴുതി വെച്ചാലും. ഇന്നിപ്പോ ആൾക്കാരെ വെളുപ്പിക്കാൻ എന്തൊരു എളുപ്പം. ഒരു പത്രത്തിൽ ഒരു വാർത്ത കൊടുത്താൽ മതി, എല്ലാം വെളുക്കും. എന്നാൽ തീ വരുന്ന സമയത്ത് ഈ പത്രം ഉൾപ്പെടെ കട്ടും. ഈ പത്രത്തിന്റെ വെളിച്ചത്തിലല്ല അവിടത്തെ തീ ഇറങ്ങുന്നത്. ഇന്ന് രാത്രി സ്വർഗം കാണുന്നു. എന്റെ സ്വഭാവം അറിയുന്നവൻ, കുടുംബ ജീവിതത്തിന്റെ അകത്തേക്ക് നോക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, എന്റെ വാല്യൂസ് അറിയാവുന്നവൻ, എന്റെ വേൾഡ് വ്യൂ അറിയാവുന്നവൻ, എന്റെ ക്യാരക്ടർ അറിയാവുന്നവൻ, എന്റെ സമ്പത്തിനോടുള്ള സമീപനം അറിയാവുന്നവൻ, സ്വഭാവ ശുദ്ധീകരണത്തെ മുൻതൂക്കം കൊടുക്കാത്ത ഒരു പെന്തിക്കോസ്ത് തലമുറയെ കേൾക്കണമേ. ആരൊക്കെ നമുക്ക് പാസ്റ്ററായി ഉണ്ടെങ്കിലും, ആരൊക്കെ നമ്മുടെ നേതൃത്വത്തിലുണ്ടെങ്കിലും, God is going to deal with us individually. വ്യക്തിപരമായി ഡീൽ ചെയ്യുന്ന ഒരു ദൈവം.